നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE സന്ദർശന വിസ നിയമങ്ങൾ കർശനമാക്കിയെങ്കിലും ഇപ്പോഴും ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർ സമർപ്പിച്ച വിസ അപേക്ഷകൾ അപ്പാടെ തള്ളുകയാണ്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടും വീണ്ടും ഈ സാഹചര്യം തുടരുകയാണ്. വിസിറ്റ് വിസ കിട്ടുന്നതിന് UAE അധികൃതർ നിർദ്ദേശിച്ചിരുന്ന നിബന്ധനകൾ വ്യക്തമായി മനസ്സിലാക്കുക, അത് കൃത്യമായി പാലിക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം. മടക്കി യാത്ര, ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, പണം കൈവശമുള്ളതിന്റെ രേഖ എന്നിവ അനിവാര്യമാണ് ണെന്ന് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കി. ആവശ്യമായ പണം കൈവശം വേണം. ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കുന്ന സ്ഥലം വ്യക്തമാക്കുന്ന രേഖയോ ഹാജരാക്കണമെന്ന് UAE ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കി. UAEയിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ സന്ദർശക വിസക്കാരും ഈ നിബന്ധനകൾ പാലിച്ചിരിക്കണം. വ്യാജ വിമാന ഹോട്ടൽ ബുക്കിംഗ് രേഖകൾ സമർപ്പിക്കുന്നതാണ് വിസ അപേക്ഷ തള്ളിപ്പോകുന്നതിനുള്ള പ്രധാന കാരണം. വിസ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ വെരിഫിക്കേഷനിൽ ഇക്കാര്യം മനസ്സിലാക്കുകയും അപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്യുന്നു. അപൂർണമായ രേഖകളും വിസ നിരസിക്കാൻ കാരണമാണ്. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നതിനെതിരെ അധികൃതർ കൃത്യമായ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മടക്കി യാത്ര, ടിക്കറ്റും പണവും പോലുള്ള രേഖകളും അപേക്ഷകർ ഹാജരാക്കണം. ദുബായ് സന്ദർശിക്കണമെന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ഏതൊരു വിനോദസഞ്ചാരികൾക്കും ശരിയായ രേഖകൾ സമർപ്പിച്ചാൽ വിസ നിരസിക്കപ്പെടില്ലെന്നും മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കി. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ സമീപിക്കുന്ന ട്രാവൽ ഏജൻസിയാണ്. ഈ രംഗത്ത് പരിചയസമ്പന്നരായ വിസ ഇമിഗ്രേഷൻ വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്ന വിശ്വാസ്യതയുള്ള ട്രാവൽ ഏജൻസികളെ സമീപിക്കുക. അതേസമയം വർഷങ്ങളായി UAEയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ ചിലർക്ക് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും ഇവിടെ നിന്നും പോകുന്നതിന് മനസ്സനുവദിക്കാറില്ല. UAEയിൽ നിൽക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ UAEയിൽ തൊഴിൽ മേഖലയിൽ നിന്ന് വിരമിച്ച 55 വയസ്സും ഇതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്കായി 5 വർഷത്തെ റെസിഡൻസി വിസ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, സ്പോട്ട് സെക്യൂരിറ്റിയുടെ അറിയിപ്പ് പ്രകാരം പ്രവാസികൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ICPയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും UAE ICP എന്ന സ്മാർട്ട് ആപ്ലിക്കേഷനിലും വിരമിച്ച താമസക്കാർക്ക് റെസിഡൻസി പെർമിറ്റിനും UAE ID കാർഡിനും അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഈ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതെന്തെല്ലാമെന്ന് നോക്കാം. അപേക്ഷകൻ UAEക്ക് അകത്തോ പുറത്തോ കുറഞ്ഞത് 15 വർഷമെങ്കിലും ജോലി ചെയ്തിരിക്കണം. വ്യക്തിക്ക് കുറഞ്ഞത് 10 ലക്ഷം ദിർഹം മൂല്യമുള്ള സ്വത്തോ കുറഞ്ഞത് 10 ലക്ഷം ദിർഹം സമ്പാദ്യമോ 20,000 ദിർഹം, അതായത് ദുബായിൽ 15,000 ദിർഹം പ്രതിമാസ വരുമാനമോ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് തുടരുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം വിസ വീണ്ടും പുതുക്കാൻ അവസരം കിട്ടും. അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. UAE പാസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ശേഷം UAE IDയും റെസിഡൻസി സേവനങ്ങളും എന്നത് തിരഞ്ഞെടുക്കുക. തുടർന്ന് ലഭ്യമായ ഡേറ്റ അവലോകനം ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ആവശ്യമായ ഫീസ് അടയ്ക്കുകയും ചെയ്യുക. ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അംഗീകൃത ഡെലിവറി കമ്പനികൾ വഴി ID കാർഡ് വിതരണം ചെയ്യും.